ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ലൈവ് ദൃശ്യങ്ങളാണ്. അതിനുള്ളിൽ ഓൾ സെറ്റാണ് കാര്യങ്ങൾ. അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അനിൽ മേനോൻ, നമ്മുടെ ഒറ്റപ്പാലത്ത് വേരുകളുള്ള പാലക്കാട്ട് വേരുകളുള്ള അപ്പോൾ സ്വാഭാവികമായിട്ട് മലയാളി, നേരത്തെ പ്രേക്ഷകർ ചോദിച്ച പോലെ ആനക്കാര്യമാണ് മലയാളിക്ക്. ഇത് ഓഫ് കോഴ്സ് ഇത് ആനക്കാര്യം തന്നെയാണ്. കാര്യം നേരത്തെ ശ്രീ ദിലീപ് മലയാളപ്പുഴ പറയുന്ന ഒരു മലയാളി ടച്ച് അല്പസമയത്തിനകം ചരിത്രത്തിലാദ്യമായി ഏതാനും മണിക്കൂറുകൾക്കപ്പുറം സ്പേസിൽ അവിടെ ബഹിരാകാശത്ത് ഒരു മലയാളി ടച്ച് വരാൻ പോകുന്നു എന്നുള്ള കാര്യം അത് ചെറിയ കാര്യമേ അല്ല. അതുകൊണ്ട് മലയാളിക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ മലയാളിക്ക് അഭിമാന നിമിഷങ്ങളാണ്. ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അവിടെ തയ്യാറെടുക്കുന്ന ലൈവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ അല്പസമയം മുൻപ് അവരതിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന രീതിയിൽ ഇതൊരു മാൻഡ് മിഷനാണ്. ഏതെങ്കിലും തരത്തിൽ അനോമലിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംശയത്തിൻ്റെ കൺഫ്യൂഷൻ്റെ 1000-1 അല്ലെങ്കിൽ 10,000 കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്യലാണ് പതിവ്. അപ്പോൾ അങ്ങനെ പലയാവർത്തി ഇത് മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കസാക്കിസ്ഥാനിലെ കാലാവസ്ഥാ പ്രശ്നവും ഒക്കെ കാരണം അത് പലയാവർത്തി മാറ്റിവെച്ചതാണ്. അങ്ങനെ പലയാവർത്തി മാറ്റിവെച്ച് അത് പലയാവർത്തി അതിൻ്റെ പരീക്ഷണങ്ങൾ അങ്ങനെ പലയാവർത്തി പൂർത്തിയാക്കി 100% റിസ്ക് ഫ്രീ എന്നതിനെത്തുമ്പോൾ മാത്രമേ ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഇപ്പോൾ 8 മാസത്തെ എക്സ്പെഡീഷൻ ആണെങ്കിൽ പറഞ്ഞാൽ പോലും ഡോക്ടർ അനിൽ മേനോൻ തന്നെ പറയുന്നത് പോലെ അതിന് പിന്നിൽ ഏറെ വർഷങ്ങളുടെ കഠിനാധ്വാനം അതിന് പിന്നിലുണ്ട്. ആ കഠിനാധ്വാനത്തിൻ്റെ സാക്ഷാത്കരണമാണ് ഈ നിമിഷങ്ങളിലേക്ക് വരുന്നത്. കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നാണ് ഈ റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിൻ്റെ യാത്ര. അവിടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ സമയം 8:17 സോയൂസ് 2.1A റോക്കറ്റാണ്. റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർ സഹയാത്രികരാണ്. ഈ പേടകം സോയൂസ് പ്രോഗ്രസ് ഇന്ന് രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ സെനിത്ത് അല്ലെങ്കിൽ കവാടവുമായി ബന്ധിക്കപ്പെടും. ഡോക്കിംഗ് എന്നാണ് നേരത്തെ നമ്മൾ ആർട്ടമിസ് ദൗത്യത്തിലൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പല പ്രേക്ഷകർക്കും അറിയാം. ഡോക്കിംഗ് എന്ന പ്രൊസീജിയർ കടമ്പ നടക്കുന്നു. ഇത് ആ പേടകത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പേടകത്തിന് പുറത്തുനിന്ന് അവർ ലോകത്തോട് അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ത്യയോടോ കേരളത്തോടോ മാത്രമല്ല, ലോകത്തോട് തന്നെ അഭിവാദ്യം ചെയ്യണം. കാര്യം ഈ നടക്കുന്ന പഠനങ്ങൾ ഏതെങ്കിലും ഒരു ദേശം, ശരിയാണ്, ഡോക്ടർ അനിൽ മേനോൻ നാസയ്ക്ക് വലിയ നന്ദി അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയ്ക്ക് നന്ദി പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നാസയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പോകുന്ന ഗവേഷണങ്ങളുടെ ഫലങ്ങൾ, അനന്തരഫലങ്ങൾ, ഇപ്പോൾ ഈ സെമി കണ്ടക്ടറിലെ ക്രിസ്റ്റൽ ഗ്രോത്തിൻ്റെ ഒക്കെ പഠനങ്ങൾ ലോകത്തെ തന്നെ ശാസ്ത്ര ഗവേഷണങ്ങളെ അടിമുടി മാറ്റാൻ, റീഷേപ്പ് ചെയ്യാൻ കഴിവുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട ബഹിരാകാശ യാത്രികർ അങ്ങോട്ടേക്ക് പോകുന്നത്. അവർ ലോഞ്ച് വെഹിക്കിളിലേക്ക് കയറുന്നതിന് മുമ്പ് അഭിവാദ്യം ചെയ്യുന്ന ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. തൊട്ട് മുമ്പ് കണ്ടത് ഇപ്പോഴത്തെ ലൈവ് ദൃശ്യങ്ങൾ. നാളെ പുലർച്ചെയാണ് 1 മണിക്ക് അതിൻ്റെ വെഹിക്കിളിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഹാച്ചിങ് എന്നാണ് പേര്. 1:30 ഡോക്ടർ അനിൽ മേനോനും സംഘവും നിലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ നിലയത്തിലെ എക്സ്പെഡിഷൻ 74 ദൗത്യം തുടരുന്നു. ഒരുപാട് ഈ പറയുന്നത് പോലെ പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ശാലകളിലുള്ള പല മേഖലകളിൽ പല നിർണായകമായ പരീക്ഷണങ്ങൾക്കാണ് ഡോക്ടർ അനിൽ മേനോൻ്റെ യാത്ര. പ്രജിൻ സി കണ്ണൻ ചേരുന്നു. പ്രജിൻ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ്റെയോ ഏതെങ്കിലും തരത്തിൽ സംശയത്തിൻ്റെയോ ഏതെങ്കിലും നൂലിഴയുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി മുന്നോട്ടേക്ക് പോകില്ല. കാര്യം ഇത് മാൻഡ് മിഷനാണ്. ഏതെങ്കിലും തരത്തിൽ റിസ്ക് എടുക്കൽ അഫോർഡബിൾ അല്ല. തീർച്ചയായിട്ടും അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചെറിയ അനോമലി പോലും വലിയ അപകടങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ വളരെ കൃത്യമായ അക്യുറസി പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ദൗത്യങ്ങൾ നടത്താറുള്ളൂ. അത് കൃത്യമായി ഇപ്പോൾ പാലിക്കപ്പെടുന്നു. ഇപ്പോൾ നിലവിൽ അത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ എന്താണോ നിശ്ചയിച്ചത് അത് കൃത്യമായി അതൊരു സെക്കൻഡാണ്, മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ പോലും അത് കൃത്യമായ സമയത്ത് ഡോക്ക് ചെയ്യുക, കൃത്യമായ സമയത്ത് ബോർഡ് ചെയ്യുക, ഇതൊക്കെ ഉണ്ട്. അതെല്ലാം പൂർത്തിയാകുന്നു ഘട്ടം ഘട്ടമായി എന്നാണ് കരുതേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ആ മൂവർ സംഘം. അവർ ഈ എക്സ്പെഡിഷൻ 74-ന്റെയും 75-ന്റെയും ഭാഗമാകുന്ന മൂവർ സംഘമാണ്. അതിൽ മധ്യത്തിൽ കാണാം നമുക്ക് അനിൽ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ അനിൽ മേനോനെ. ഒപ്പം തന്നെ അന്ന കിക്കിനെയുണ്ട്, ദുബ്രോവ് ഉണ്ട്. ഇവർ 3 പേരുമാണ് യാത്ര വന്നത്. തൊട്ട് മുൻപ് അവർ അവിടെ കൂടിച്ചേർന്ന ആൾക്കാരെയൊക്കെ അഭിവാദ്യം ചെയ്ത്, ലോകത്തെ അഭിവാദ്യം ചെയ്ത് ആ പേടകത്തിനകത്തേക്ക് കയറി തൊട്ട് മുമ്പുള്ള ചിത്രമാണ്. പിന്നീട് നമ്മൾ തത്സമയ ദൃശ്യം കണ്ടതാണ്. പേടകത്തിനകത്തു നിന്നുള്ള അനിൽ മേനോന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വിഷ്വൽ നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ മുഖഭാവത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം വളരെ വളരെ ശാന്തമായി തന്നെ പോകുന്നു. കാരണം ഇതിനൊക്കെ ഈ പ്രൊസീജിയറിലൂടെയൊക്കെ അവർ ഒരുപാട് സമയം കടന്നു പോയതാണ്. ഭൂമിയിലെ സിമുലേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പരിശീലനങ്ങളിലൂടെ ഒരുപാട് തവണ കടന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു റിപ്പറ്റേഷൻ, അതായത് ഒരു റിയൽ വർക്കിംഗ് മൊഡ്യൂളിലാണ് ഇപ്പോൾ അവരുള്ളത്. അതിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം
8:17 എന്ന് പറയുന്ന ആ സമയത്താണ് ഈ വിക്ഷേപണം നടക്കാൻ പോകുന്നത്. ആ ഘട്ടങ്ങളാണ് ഇപ്പോൾ, അതായത് ഇനിയിപ്പോൾ 1 മണിക്കൂർ സമയം, 1 മണിക്കൂറില്ല, ഇപ്പോൾ 7:21 ഇരിക്കുന്നു. 8:17 ഈ വിക്ഷേപണം നടക്കാനുള്ളത്. അപ്പോൾ അതുവരെ പാലിക്കേണ്ട, അതുവരെ പൂർത്തിയാക്കേണ്ട ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൂടെ വേണം കടന്നു പോകാൻ. അതിപ്പോൾ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതിപ്പോൾ നമ്മുടെ ISRO ആണെങ്കിലും അല്ലെങ്കിൽ നാസയുടെ ആണെങ്കിലും ഒക്കെ തന്നെ അതിലൊക്കെ കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും, ഓരോ ഘട്ടത്തിലും, ഓരോ മിനിറ്റിലും ചെയ്യേണ്ട ഒരുപാട് നൂറുകണക്കിന് വർക്കുകളുണ്ട്. അതെല്ലാം തന്നെ പൂർത്തിയാക്കി വേണം 8:17 എന്ന് പറയുന്ന ആ ഒരു കൗണ്ട് ഡൗൺ അവസാനിക്കുന്ന സമയം. അപ്പോഴാണ് കുതിച്ചു വരിക ഈ റോക്കറ്റ്. സോയൂസ് 2.1A എന്ന് പറയുന്ന റോക്കറ്റ് കുതിച്ചു വരിക. അതിന് ഏറ്റവും മുകളിലുള്ള ആ പേടകത്തിലാണ് സോയൂസ് MS-29 എന്ന് പറയുന്ന ആ പേടകത്തിലാണ് ഈ 3 പേരും കഴിയുക. 3 മണിക്കൂർ 9 മിനിറ്റ് എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ വളരെ ഊന്നി പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് എക്സ്പെഡീഷൻ പോലെ, മറ്റ് യാത്രകൾ പോലെയല്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ സോയൂസ് പേടകം ഇവരെ അവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ നിലവിലെ പൊസിഷനും അതൊക്കെ കൃത്യമായി അക്യുറേറ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് വരുന്നു. ആ രീതിയിലാണ് ഈ ഡേറ്റ് പോലും, ഈ ടൈം പോലും സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 8:17 വിക്ഷേപണം, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ 11:26 കൃത്യമായി അതവിടെ ഡോക്ക് ചെയ്യുകയും ചെയ്യും. ഡോക്കിംഗ് എന്ന പ്രോസസ്സൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇത്തരം ദൗത്യങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർക്കൊക്കെ അറിയായിരിക്കും. ഡോക്കിംഗ് എന്ന് പറയുന്നത് ഈ ബഹിരാകാശത്ത് വെച്ച് രണ്ട് പേടകങ്ങളോ അല്ലെങ്കിൽ അത്ര രണ്ട് വസ്തുക്കളോ തമ്മിൽ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയുക. ഇവിടെ 2 പേടകങ്ങൾ അല്ലെങ്കിൽ ഒരു പേടകത്തിന്റെ ഭാഗമാൻ മറ്റൊരു പേടകം വരുന്നു, അത് ഡോക്ക് ചെയ്യുന്നു, യോജിക്കുന്നു. ആ ഡോക്കിംഗ് പ്രോസസ്സ് നടക്കും 11:26. പിന്നീട് ഒരു 2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഇവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുക, ഈ നിലത്തിനകത്തേക്ക് കടക്കാൻ കഴിയുക. അങ്ങനെ ആ പ്രൊസീജിയറൊക്കെ വളരെ അക്യുറേറ്റഡ് നടക്കേണ്ടതാണ്. ഈ പ്രിച്ചാൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമുക്കറിയാം. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വലിയ നമ്മുടെ ഈ ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സംവിധാനമാണ്. അതിന് പല മൊഡ്യൂളുകളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അതിൽ റഷ്യയുടെയും നാസയുടെയും ഒപ്പം തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാഗങ്ങളുണ്ട്. അതിൽ പ്രിച്ചാൽ എന്ന് പറയുന്ന റഷ്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള മൊഡ്യൂളിലേക്കാണ് ഈ പേടകം പോയി ഡോക്ക് ചെയ്യുക. അതിനുശേഷം അതുവഴി, ആ മൊഡ്യൂൾ വഴി ഈ പേടകത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്തേക്ക് ഈ 3 പേരും കടന്നിറങ്ങുകയും ചെയ്യും. പിന്നീട് 2 ആഴ്ച ഈ പറയുന്ന അവിടെ നിലവിലുള്ള 7 പേരും പിന്നീട് ഇപ്പോൾ പോകുന്ന 3 പേരും 10 പേരായി അവിടുത്തെ അംഗസംഖ്യ മാറും. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് 3 പേർ ഭൂമിയിലേക്ക് തിരികെ, നേരത്തെ അവിടെ പോയ 3 പേർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പോഴാണ് ഇവർ പൂർണ്ണമായും ഈ പുതിയ എക്സ്പെഡീഷന്റെ ഭാഗമായി മാറാനും പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു. ഈ 8 മാസം കൊണ്ട് 100-ലധികം പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പ്രൊഫൈലും വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖല അത് സ്പേസ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്പേസിനോട് കൂടുതൽ ആഭിമുഖ്യം തോന്നിയതും ആ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം തോന്നിയതും അങ്ങനെ ആ മേഖല എത്തിച്ചേരുന്നതും എന്ന് ഒരു അഭിമുഖത്തിൽ അനിൽ മേനോൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ എക്സ്പെർട്ടൈസ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്ന് തനിക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും എമർജൻസി മെഡിസിനിലാണ് അദ്ദേഹത്തിനൊരു മാസ്റ്റേഴ്സ് ബിരുദമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഇത്തരം ദൗത്യങ്ങളിൽ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന്. മറ്റൊന്ന് എമർജൻസി മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ AI അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ, അൾട്രാസൗണ്ട് സ്കാനിങ് പോലുള്ള സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന പരീക്ഷണങ്ങൾ, അത് വിജയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത് വിജയകരമാകുമോ എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു അതിലും സംഘവും എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും ക്രൂഷ്യൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തുടർ ദൗത്യങ്ങളിലൊക്കെ തന്നെ വീണ്ടും ബഹിരാകാശത്തേക്ക് അനിൽ മേനോന്റെ ഒരു സാന്നിധ്യം അത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ആളുകളും പറയുന്നത്. ഹാഷ്മി, ഓക്കെ, ഈ പറയുന്ന നേരത്തെ ഡോക്ടർ മനേഷും ഇപ്പോൾ പ്രജിൻസി കണ്ണനൊക്കെ പറഞ്ഞ IV ഫ്ലൂയിഡ്, ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ബഹിരാകാശ യാത്രികർക്ക് കൂടുതൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഡീപ് സ്പേസ് മിഷൻ, ഇപ്പോൾ ചാന്ദ്ര ദൗത്യത്തിലടക്കം മാർസ് ദൗത്യത്തിലടക്കം ഒരുപാട് സഹായകരമാകാൻ പോകുന്ന ആ ദൗത്യം. അതിനപ്പുറമുണ്ട് നേരത്തെ ഇപ്പോൾ പ്രജിൻ പറഞ്ഞ അൾട്രാസൗണ്ട്സ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, സെമി കണ്ടക്ടർ തലത്തിൽ ക്രിസ്റ്റൽ ഗ്രോ ചെയ്യുന്ന പരീക്ഷണമുണ്ട്. അത്യധികം പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നേരത്തെ തന്നെ അനിൽ മേനോന്റെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം ഒരു വീഡിയോ, അത് ട്വിറ്ററിലല്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നേരത്തെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കാണുന്ന ഫോണിലും TV-യിലും ഒക്കെ ഉപയോഗിക്കുന്ന ഈ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന അതിൻ്റെ കൂടുതൽ വളർച്ച എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ വലിയ ശാസ്ത്രത്തിന് മുന്നോട്ടുള്ള കുതിപ്പിന് കാരണമായേക്കാവുന്ന പരീക്ഷണമാണ്. പിന്നെ ബയോ പ്രിന്റിംഗ് ഓഫ് മസ്കുലാർ ടിഷ്യൂസ് എന്നൊക്കെ പറയുന്ന വൈവിധ്യങ്ങളുള്ള വലിയ സ്കിൽ സെറ്റുകളുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു അവിടെ നമ്മുടെ പ്രിയ ഡോക്ടർ അനിൽ മേനോൻ. അദ്ദേഹത്തിൻ്റെ എക്സാൻഡിൽ ഒരു 6 ദിവസം മുമ്പ് ഒരു മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ: You will spinning to the right,
Spin left long enough and the fluid in your inner ear catches up. Stop suddenly and the fluid keeps going, tricking your brain into reading it as rotation the other way. Classic somatogyral illusion and a real disorientation hazard in flight. അതിനു മുമ്പ് ഒരു വീഡിയോ പങ്കുവയ്ക്കുന്ന ഒരു കസേരയിലിരുത്തി അതിവേഗത്തിൽ കറക്കുകയാണ്, പെട്ടെന്ന് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ സ്വയം പ്രാപ്തമാക്കിക്കൊണ്ടാണ് അതിനുള്ളിൽ കയറിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.